നരേന്ദ്രമോദിക്കും ബി ജെ പിക്കാർക്കും ഇപ്പോൾ ബോധ്യമായി കാണും യഥാർത്ഥ സ്ത്രീശക്തി എന്താണ് എന്ന്. ഒരു വനിതാ സംവരണ ബില്ലും കൊണ്ടുവന്നിട്ട് ഞങ്ങളാണ് സ്ത്രീകളെ ഉന്നമനത്തിലേക്ക് നയിക്കാൻ നടക്കുന്നവർ എന്ന് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയുന്ന നാരീശക്തിയുടെയും സ്ത്രീശക്തിയുടെയും പ്രയോക്താക്കളെന്ന് സ്വയം അവകാശപ്പെടുന്ന നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ചങ്കു പിളർക്കുന്ന ഉജ്ജ്വലമായ സ്ത്രീശക്തി പോരാട്ടം എന്ത് എന്ന് 3 സ്ത്രീകൾ കാണിച്ചു കൊടുത്തിരിക്കുന്നു. ബിൽക്കിസ് ബാനു കേസിലുണ്ടായിരിക്കുന്ന സുപ്രീം കോടതി വിധി അത് 3 പെണ്ണുങ്ങളുടെ വലിയ വിജയമാണ്. അതിലൊന്ന് ബിൽക്കിസ് ബാനു തന്നെയാണ്. രണ്ടാമത്തേത് ബിൽക്കിസ് ബാനുവിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ അഭിഭാഷക ശോഭ ഗുപ്ത. പിന്നെ ഈ കേസിൽ ഉജ്ജ്വൽ ബുയാനോടൊപ്പം വിധി പറഞ്ഞ ജസ്റ്റിസ് BV നാഗരത്ന. ഒപ്പം സുഭാഷിണി അലിയും മഹുവ മൈത്രയും അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ, പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, CPM നേതാവായ സുഭാഷിണി അലിയും TMC നേതാവായ മഹുവ മൈത്രയും ഈ കേസ് സുപ്രീം കോടതിയിൽ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നൽകിയിട്ടുള്ള പിന്തുണ ചെറുതല്ല. അവരെയും ഇതിനോട് ചേർത്ത് നിർത്താം. എങ്കിലും ബിൽക്കിസ് ബാനുവും അവരുടെ അഭിഭാഷകയും നടത്തിയ പോരാട്ടം യഥാർത്ഥ സ്ത്രീശക്തി എന്താണ് എന്ന് ആണഹന്തയുടെ അടയാളങ്ങളായി മാറിയ മോദിയെയും BJP-ക്കാരെയും പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വന്ന് സ്ത്രീശക്തി സംഗമത്തിൽ നരേന്ദ്രമോദി കുറേ മഹിളാരത്നങ്ങളെയൊക്കെ വിളിച്ച് ചുറ്റുമുരുത്തി അവരെയൊക്കെ ആദരിച്ച് മഹിളകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നേതാവാണ് താനെന്നിങ്ങനെ സ്വയം പുകഴ്ത്തി പറയുന്നുണ്ടായിരുന്നു. സ്വന്തം നാട്ടിൽ കൺമുന്നിൽ ബന്ധുക്കൾ പിടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വന്നവർ, കൂട്ടബലാത്സംഗത്തിനിരയായ ഒരു സ്ത്രീ, അവരെ ജീവിതത്തിൻ്റെ കറുത്ത ഏടുകളിലേക്ക് ചവിട്ടിയെറിഞ്ഞ ഒരു കൂട്ടം കാവാലികർ, അവർക്ക് രാഷ്ട്രീയത്തിൻ്റെ പിൻബലം കൊണ്ട് മാത്രം ശിക്ഷയിൽ ഇളവ് കിട്ടുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് അപമാനിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ ആ സ്ത്രീ അപമാനിക്കപ്പെടുന്നതിന് കാരണമായവരെ മുഴുവൻ തിരികെ കാരാഗൃഹത്തിലേക്ക് അയക്കാൻ നടത്തിയ ഈ വലിയ പോരാട്ടം, ആ പോരാട്ടം തങ്കലിപികളാൽ എഴുതി വയ്ക്കേണ്ടതാണ്. ഇതാണ് യഥാർത്ഥ സ്ത്രീശക്തി എന്ന് നമ്മൾ 1000 വട്ടം വിളിച്ചു പറയേണ്ടതാണ്. ഇപ്പോൾ ബിൽക്കിസ് ബാനു ഈ കേസിലെ വിധി വന്നതിന് ശേഷം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് തനിക്ക് ലഭിച്ച വലിയ പിന്തുണ, സ്ത്രീകളടക്കമുള്ളവർ നൽകിയ പിന്തുണ, ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നും നോക്കാതെ, ഒരു ജാതിയും ഒരു മതവും നോക്കാതെ ഒരു സ്ത്രീയാണ് ഇങ്ങനെ ഈ രാജ്യത്തിന് മുന്നിൽ ആണഹങ്കാരത്തിൻ്റെ BJP-യുടെ അധികാരപ്രയോഗത്തിൻ്റെ ഇരയായി മാറി വീണ്ടും ഇരുട്ടിലേക്ക് തള്ളിവിടപ്പെട്ടത് എന്ന തിരിച്ചറിവുണ്ടായി അവർക്ക് പിന്തുണയുമായി വന്ന ജനസഹസ്രങ്ങൾ. അവരുടെ വലിയ വിജയമാണിത്. ആ ജനസഹസ്രങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഈ വിധിയിലേക്ക് സുപ്രീം കോടതിയെ നയിച്ചത് ബിൽക്കിസ് ബാനുവിന് വേണ്ടി കോടതിയിൽ ഹാജരായ ശോഭ ഗുപ്ത എന്ന അഭിഭാഷകയാണ്. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസം അന്തിമ വാദപ്രതിവാദം നടക്കുമ്പോൾ ശോഭ ഗുപ്ത ജസ്റ്റിസ് നാഗരത്നയോടും ഉജ്ജ്വൽ ബുയാനോടും പറഞ്ഞത്, കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞത്, സങ്കടത്തോടുകൂടി പറഞ്ഞത്, ബിൽക്കിസ് ബാനു എന്ന സ്ത്രീയെ നീതി നിഷേധിക്കപ്പെട്ട് ഈ നിലയിലേക്ക് വലിച്ചെറിഞ്ഞത്, അതിന് ആയവർ ആരോ അവർ എവിടെ നിന്ന് വന്നോ അവിടേക്ക് തന്നെ അയക്കാൻ ദയവുണ്ടാകണേ എന്നാണ്. ആ കൈകൂപ്പിയുള്ള അഭ്യർത്ഥന അത് ഒരു കോടതിക്കും കേൾക്കാതിരിക്കാനാകില്ല. നീതിയും നിയമവും വാഴണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജഡ്ജിക്കും അത്തരമൊരു അപേക്ഷ ചെവിക്കൊള്ളാതിരിക്കാനാകില്ല. അതുതന്നെയാണ് സംഭവിച്ചത്. എത്ര വലിയ പോരാട്ടമായിരുന്നു. ഭീഷണികൾക്ക് നടുവിൽ വഴങ്ങാതെ ബിൽക്കിസ് ബാനു ഇതിനൊരു സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയെടുക്കാതെ തനിക്ക് വിശ്രമമില്ല എന്ന തീരുമാനമെടുത്തു. അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് കോടതിയിൽ ഓരോ തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ള ആശങ്കകൾ ഉണ്ടാകുമ്പോഴും കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി ബിൽക്കിസ് ബാനുവിന് നീതി നേടിക്കൊടുക്കാൻ കോടതിയിൽ ഉജ്ജ്വലമായി വാദിച്ച ആ അഭിഭാഷകയുടെ വാദങ്ങൾ ശരിക്കും ഒരു സ്ത്രീ ഇവിടെ നീതി നിഷേധിക്കപ്പെട്ട് ഇരുട്ടറയിലേക്ക് വീണ്ടും തള്ളപ്പെടരുത് എന്ന ആഗ്രഹത്തോടു കൂടി അവർക്കനുകൂലമായി വിധി പറഞ്ഞ BV നാഗരത്നയും ഉജ്ജ്വൽ ബുയാനും. BV നാഗരത്ന വിശദമായി തന്നെ ആ വിധി വായിച്ച്, ശരിക്കും സാധാരണ അങ്ങനെ സംഭവിക്കുന്നതല്ല എങ്കിൽ പോലും ആ 56 മിനിറ്റും ആ വിധി വായിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിധി ഉണ്ടായി എന്ന് അവർ ചിലരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ചിലരെ എന്ന് പറഞ്ഞാൽ അത് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഗുജറാത്ത് സർക്കാരിനെയും BJP-യെയും തന്നെയാണ്. സ്ത്രീശക്തി എന്ന് പറയുന്നത് എന്താണ് എന്ന് തെളിയിച്ചു കൊടുക്കുകയാണ്. കാടത്തം കാട്ടി ഒരു സ്ത്രീയെയും അവരുടെ കുടുംബത്തെയും ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പറിച്ചെറിയാൻ ശ്രമിച്ച കാപാലികർക്ക്
രാഷ്ട്രീയ ബന്ധത്തിൻ്റെ പേരിൽ മോചനം നൽകാനുള്ള തീരുമാനം BJP ഭരണകൂടം സ്വീകരിക്കുമ്പോൾ അതിനെതിരായി പോരാടാനുള്ള അവരുടെ ചങ്കൂറ്റമുണ്ടല്ലോ. അവർക്ക് വേണ്ടി വാദിക്കാൻ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ ഇറങ്ങിത്തിരിച്ച അഭിഭാഷകയുണ്ടല്ലോ. ഇവിടെ അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടാൽ അത് ഈ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ അപമാനമാണ് എന്ന് കരുതുന്ന ജഡ്ജിമാരുണ്ടല്ലോ. അവരാണ് അഭിമാനം, അവരാണ് സ്ത്രീശക്തിയുടെ പ്രതീകം. അല്ലാതെ ഒരു വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഇങ്ങനെ ആടിത്തിമിർത്ത് നടക്കുന്നതല്ല സ്ത്രീശക്തി. ആ വനിതാ സംവരണ ബില്ല് തന്നെ എന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആർക്കും ഒരു ഉറപ്പുമില്ല. അഞ്ജു ബോബി ജോർജിനും PT ഉഷയ്ക്കും ശോഭനയ്ക്കും മറിയക്കുട്ടിക്കും ബീന കണ്ണനും ഒന്നും ഈ പറയുന്ന സ്ത്രീശക്തിയുടെ അർത്ഥം മനസ്സിലാകില്ല. തനിക്ക് ചുറ്റും എന്ത് നടക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവർ, സഹജീവികളോട് തെല്ലെങ്കിലും അനുകമ്പയോടുകൂടി നോക്കാൻ പോലും സാധിക്കാത്ത ആളുകൾ. അല്ലെങ്കിൽ PT ഉഷയ്ക്കും അഞ്ജു ബോബി ജോർജിനുമൊക്കെ മോദി ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സ് തുറന്ന് പറയാൻ സാധിക്കുമോ? അവരുടെ സഹപ്രവർത്തകരായിരുന്ന കായിക മേഖലയിലുള്ള വനിതകൾ തെരുവിൽ പോലീസിൻ്റെ ചവിട്ടും അടിയുമേറ്റ് വേദനിച്ച് നിലവിളിക്കുമ്പോഴും ഇവർ മോദിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മെഡലുകൾ അവർക്ക് തെരുവിൽ വലിച്ചെറിയേണ്ടി വരുമ്പോഴും ഇവർ മോദിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. മണിപ്പൂരിൽ നിസ്സഹായരായ സ്ത്രീകൾ അക്രമികളാൽ കൂട്ടബലാത്സംഗത്തിനിരയാകുമ്പോൾ നഗ്നരായി നടത്തപ്പെടുമ്പോൾ ഇവർ മോദിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇടത്താണ് നരേന്ദ്രമോദിയുടെ സ്വന്തം നാട്ടിൽ BJPയുടെ അഹന്തയുടെ അങ്ങേയറ്റത്തെ പ്രകടനമായി മാറിയ ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വലിയ വിധിയുണ്ടാകുന്നത്. ആ വിധിക്ക് പിന്നിൽ വനിതകളുടെ ശക്തമായ പോരാട്ടമുണ്ടാകുന്നത്, യഥാർത്ഥ സ്ത്രീശക്തി എന്ത് എന്ന് ഈ രാജ്യത്തിന് അവർ ബോധ്യപ്പെടുത്തി തരുന്നത്. ഇപ്പോൾ ഈ വാദപ്രതിവാദം നടക്കുന്നതിനിടയിൽ ഇവരെ ഈ പ്രതികളെയൊക്കെ ഗുജറാത്ത് സർക്കാർ വിട്ടയച്ച് അവർക്ക് സ്വീകരണം നൽകിയതിനെക്കുറിച്ച് വാദിഭാഗം ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യാമോ? അതാ സ്ത്രീക്കേൽപ്പിക്കുന്ന വലിയ മാനക്കേടെന്താണ് എന്ന് അവർ തിരിച്ചറിഞ്ഞില്ലേ എന്നുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു. അപ്പോൾ പ്രതിഭാഗം അഭിഭാഷകർ പറഞ്ഞത് അവരുടെ കുടുംബാംഗങ്ങൾ അവർ ജയിലിൽ നിന്നിറങ്ങുമ്പോൾ ആഘോഷ പ്രകടനം നടത്തുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. അതൊക്കെയും സുപ്രീം കോടതി ഈ വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെയല്ലല്ലോ, അത് ബന്ധുക്കളായിരുന്നില്ലല്ലോ. BJP പ്രവർത്തകർ BJPയുടെ കൊടിതോരണങ്ങളുമായി വന്ന് BJPയുടെ ഹാരങ്ങൾ അണിയിച്ച് BJP നേതാക്കളുടെ സാന്നിധ്യത്തിൽ അവരെ സ്വീകരിക്കുമ്പോൾ അത് ബന്ധുക്കൾ അവർ ജയിൽ മോചിതരാകുന്നതിൻ്റെ സന്തോഷത്താൽ നടത്തുന്ന ആഹ്ലാദ പ്രകടനമായി വ്യാഖ്യാനിക്കാനാകില്ലല്ലോ. എന്തായാലും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അഹന്തയ്ക്ക് മേൽ, മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഏത് അതിക്രമവും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കും എന്നുള്ള ആ നിലപാടിനുണ്ടല്ലോ, അതിനേൽക്കുന്ന വലിയ തിരിച്ചടിയാണ് ഇനിയും വരാനുണ്ട്.